ദുബായ് യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ ഇരിക്കുന്ന ഒരു നഗരം. ലക്സൂറി അൾട്രാ മോഡൽ കെട്ടിടങ്ങൾ, കളകളപ്പായ രാത്രി ജീവിതം, നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നാട്. 34 ലക്ഷം ജനങ്ങൾ പോപ്പുലേഷൻ ഉള്ള ദുബായിക്ക് സിറ്റി ഓഫ് ഗോൾഡ് എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട്. ഇങ്ങനെയുള്ള ദുബായിൽ ചില പ്രത്യേകതരം വിഷയങ്ങൾ നടക്കുന്നു. ദുബായിൽ മാത്രം കാണാൻ കഴിയുന്ന ചില വിചിത്രമായ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്പർ 10. ഭക്ഷണം ഫ്രീ ആയിട്ട്. കുടിക്കുന്ന വെള്ളത്തിന് വരെ ക്യാഷ് വാങ്ങുന്ന ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നവരെ എത്ര റെസ്പെക്ട് ചെയ്താലും മതിയാവില്ല. ദുബായിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് ഭക്ഷണം ആ നാട്ടിലെ ഓരോ ഭാഗങ്ങളിൽ കൊടുക്കുന്നു. ദുബായിലും പാവപ്പെട്ട ജനങ്ങളും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തവരോ ജോലി ഇല്ലാത്തവരോ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നത് കൊണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കാം. ദുബായിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല. നമ്പർ 9. ഗോൾഡ് വെൻഡിങ് മെഷീൻ. ഇതുപോലത്തെ വെൻഡിങ് മെഷീനെ കാണണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എടുക്കുന്ന മെഷീനിലായിരിക്കും, കൂടിപ്പോയ ഇതുപോലെ ATM മെഷീനിൽ പണം എടുത്തിട്ടുണ്ടാവും. ലോകത്തിൽ ദുബായ് മാത്രമാണ് ഇതുപോലെ സ്വർണം എടുക്കുന്ന വെൻഡിങ് മെഷീൻ ഉള്ളത്. അബുദാബിയിലുള്ള പഞ്ചനക്ഷത്രം എമിറേറ്റ് പാലസ് ഹോട്ടലിലാണ് ഈ ഗോൾഡ് എടുക്കുന്ന വെൻഡിങ് മെഷീൻ ഉള്ളത്. 1 ഗ്രാം, 5 ഗ്രാം, 10 ഗ്രാം തൂക്കമുള്ള ഗോൾഡ് ബിസ്ക്കറ്റ് ആയിട്ടോ ഗോൾഡ് കോയിനായിട്ടോ എടുക്കാം. ഈ ഗോൾഡ് എല്ലാം 24 കാരറ്റ് പ്യുവർ ഗോൾഡ് ആണ്. നമ്പർ 8. ഫ്ലൈയിങ് സൂപ്പർ കാർസ്. വളരെ പെട്ടെന്ന് പറക്കുന്ന കാർ ഇനി വരുന്ന കാലത്തിൽ വരുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിലും ദുബായിൽ കാറുകളെല്ലാം ഒരുവിധം പറക്കുന്നവയാണ്. ദുബായിലുള്ള കോടീശ്വരന്മാർ അവരുടെ സൂപ്പർ കാർസെ വെക്കേഷൻ പോകുമ്പോൾ കയ്യോടെ എടുത്തോണ്ട് പോകും. ഇതിനു വേണ്ടി എമിനേറ്റ് ഫ്ലൈയിങ് വീൽസ് ഉണ്ട്, കൊറിയർ സർവീസ് ഉണ്ട്. ഇത്രയും ക്യാഷ് കൊടുത്ത് ഇത്രയും വില കൂടിയ കാറ് വാങ്ങി വീട്ടിലിട്ടിട്ട് പോകുന്നു വിഷമിക്കേണ്ട ആവശ്യമില്ല. ലഗേജ് എടുത്തിട്ട് പോകുന്ന പോലെ പോകാൻ കഴിയും. ചിലർ സ്വന്തം നാട്ടിൽ തന്നെ ഹെലികോപ്റ്ററെ വെച്ച് ട്രാഫിക് ജാം അവോയ്ഡ് ചെയ്യുന്നതിന് കാറ് ഇങ്ങനെയും എടുത്തോണ്ട് പോകും. എന്തായാലും ഇങ്ങനെ ഒരു സർവീസ് നമ്മുടെ കേരളത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്പർ 7. എയർ കണ്ടീഷൻ ബസ് സ്റ്റോപ്പ്. ദുബായ് ക്ലൈമറ്റ് നല്ല ഹീറ്റ് ആയതുകൊണ്ട് തിരിയുന്ന സ്ഥലങ്ങളൊക്കെ AC ആണ്. ഇതുവരെ ഹയസ്റ്റ് ടെമ്പറേച്ചർ ദുബായിൽ 52.8 ഡിഗ്രി സെൽഷ്യസ് ജൂലൈ 2019. ഇങ്ങനെ ചൂട് കൂടുതലായതുകൊണ്ട് ഫസ്റ്റ് അബുദാബിയിൽ എയർ കണ്ടീഷൻ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. ദുബായിൽ ഒരുപടി മേലെ പോയി അതുപോലെ എയർ കണ്ടീഷൻ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയത് മാത്രമല്ലാതെ അതിൻ്റെ കൂടെ വൈഫൈ ആക്സസ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാക്കി. ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയം ഓൺലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം. ഇതുപോലൊരു ബസ് സ്റ്റോപ്പ് നമ്മുടെ കേരളത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാകും? ഗോൾഡ് ഫേഷ്യൽ ചെയ്യാൻ മിക്ക ആളുകളും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇൻഫാക്ട് നമ്മുടെ നാട്ടിലും ഗോൾഡ് ഫേഷ്യൽ എന്നും പറഞ്ഞ് ഏതോ ഒരു ഗോൾഡ് ക്രീം പോലെ തടവി ഉണക്കുന്നു. പക്ഷേ ഗോൾഡ് ഫേഷ്യൽ ചെയ്താൽ ശരിക്കുമുള്ള 24 കാരറ്റ് ഗോൾഡ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ 24 കാരറ്റ് ഗോൾഡ് പേപ്പറിനെ വെച്ച് ഫേഷ്യൽ ചെയ്യുന്ന കൊണ്ട് നമ്മുടെ സ്കിന്നിൽ നിന്നും കൊളോജൻ അധികമാക്കും. ഇതുകൊണ്ട് ഫേസിലുള്ള ചുരുക്കങ്ങൾ, പാടുകൾ എല്ലാം മാറ്റുന്നു. പ്രായം തോന്നാത്ത രീതിയിൽ യങ്ങാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഗോൾഡ് ഫേഷ്യൽ റേറ്റ് 1 ലക്ഷം രൂപയാണ്. നമ്പർ 5. അബാൻഡൻ ലക്ഷറി കാർസ്. ഇതുപോലുള്ള കാറുകളൊക്കെ അനാദിയായിട്ട് ഇട്ടേക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇത്രയും വില കൂടിയ സ്പോർട്സ് കാറുകളെയെല്ലാം ഒരു പ്രഷർ മെഷീനിനുള്ളിലിട്ട് പൊടിയാക്കുന്നു. കേൾക്കുമ്പോൾ എന്തോ പോലെ. ഇങ്ങനെ അത് പൊടിച്ചു കളയുന്നതിന് നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഷൈൻ ചെയ്ത് ഓടിക്കായിരുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുന്ന കാറുകളെല്ലാം കാർ ഓണേഴ്സുകൾക്ക് മാസ EMI അടയ്ക്കാൻ കഴിയാതെ സീസ് ചെയ്ത കാറുകളാണ്. ശരി, EMI അടയ്ക്കാൻ കഴിയില്ലെങ്കിൽ ബാങ്ക് റെസിപ്റ്റ് ഡിക്ലെയർ ചെയ്യാമല്ലോ എന്ന് നിങ്ങൾ കരുതും. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനെ ദുബായിലില്ല. അവിടുത്തെ നിയമപ്പടി കറക്റ്റായിട്ട് EMI അടച്ചിട്ടില്ലെങ്കിൽ ജയിൽ കൺഫേം. അതുകൊണ്ട് അവരുടെ കാറുകളെ അവർ ഇതുപോലെ ഉപേക്ഷിച്ചു പോകുന്നു. 4. എക്സോട്ടിക് പെറ്റ്സ്. സാധാരണ കേരളത്തിലുള്ള വീടുകളിൽ ഇഷ്ടപ്പെട്ട പെറ്റ്സ് വളർത്താൻ നല്ല ഭംഗിയുള്ള പൂച്ചയോ പട്ടിയോ കിളിയോ മീനോ വളർത്തുന്നു. പക്ഷേ ദുബായിൽ കാട്ടിൽ ചുറ്റുന്ന മൃഗങ്ങളാണ് അവരുടെ ചെല്ലപ്രാണി. ചില ഭയങ്കര കോടീശ്വരകളൊക്കെ നായ്ക്ക് വരെ ചെയിൻ, സ്വർണ്ണ ചെയിൻ ഒക്കെ ഇടുന്ന പോലെ ദുബായിലുള്ള കോടീശ്വരർ ഇതുപോലത്തെ കാട്ടുമൃഗങ്ങളെയാണ് വളർത്തുന്നത്. വലിയ പ്രസ്റ്റീജ് അവരുടെ ബിൽഡപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ചെല്ലമൃഗങ്ങളെ വെച്ച് അവരുടെ ലക്ഷറി കാറിന് മുന്നിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ട്രെൻഡ്. പക്ഷേ ഇനി അത് നടക്കില്ല. ദുബായിൽ അനിമൽ വെൽഫെയർ ഗ്രൂപ്പിന്റെ പ്രഷർ കാരണം ഇതുപോലത്തെ വൈൽഡ് അനിമൽസെ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയില്ല. നമ്പർ 3. പോലീസ് സ്പോർട്സ് കാർസ്.
ആഡംബരത്തെ ഇങ്ങനെയും കാണിക്കാമെന്നുള്ളതിന് ദുബായിയെ കുറ്റം പറയാൻ പറ്റില്ല. ലക്സുറി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ദുബായിൽ ഈസി ആയിട്ട് കിട്ടും. അതിന് ദുബായ് പോലീസിന് മാത്രം കുറവൊന്നുമില്ല. കൊടും ശിക്ഷകൾ ഇവിടെ ഉണ്ടെങ്കിലും ദുബായ് പോലീസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേറൊരു വഴിയുമില്ല. ഇവരുടെ അടുത്തിരിക്കുന്ന കാറുകളെല്ലാം സ്പോർട്സ് കാർസ്. അത് ലംബോർഗിനി, ആസ്റ്റൺ മാർട്ടിൻ, ഫെറാറി, ബുഗാട്ടി, ലോകത്തിലെ അതിവേഗമായ സ്പോർട്സ് കാർസ് ദുബായ് പോലീസിന്റെ അടുത്താണുള്ളത്. ഇതിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ പേരും ലഭിച്ചു. ഇതുപോലത്തെ പോലീസ് സ്പോർട്സ് കാർസ് നമ്മുടെ കേരളത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാകും? നമ്പർ 2, ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് കാർ. ചിന്തിക്കാൻ കഴിയാത്തത്ര പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വൈരങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടും ചെയ്ത കാറൊക്കെ ഇവിടെയേ കിട്ടുള്ളൂ. ജർമ്മൻ നാട്ടിലുള്ള ഒരു കമ്പനി 500 കിലോ ഗോൾഡ് കൊണ്ട് ഈ ബെഞ്ച് കാർ നിർമ്മിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, വെറും വൈരം കൊണ്ടുണ്ടാക്കിയ ഈ കാറിന്റെ വില 52 കോടി. സൗദി രാജാവിന്റെ 7ാമത്തെ മോനായ രാജകുമാരൻ ടർക്കിയിലെടുത്ത് പല ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ കാറുകളുമുണ്ട്. ഈ കാറുകളൊക്കെ ദുബായിൽ നടന്ന ഓട്ടോ ഷോയിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു. ഗോൾഡൻ ടോയ്ലറ്റ് ആൻഡ് പേപ്പർ. ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ടോയ്ലറ്റിനെ കുറിച്ച് പറയുന്നതോ നമുക്ക് കൂടുതൽ ആളുകൾക്കും മുഖം ചുളിക്കുന്ന ഒന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റോ ടോയ്ലറ്റ് പേപ്പറോ സ്വർണ്ണമാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, ദുബായിൽ കോടീശ്വരന്മാർ ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച ടോയ്ലറ്റ് പേപ്പറിനെയും ഉപയോഗിക്കുന്നു. ഓസ്ട്രേലിയൻ കമ്പനിയാണ് ഈ സ്വർണ്ണ ടോയ്ലറ്റ് പേപ്പറിനെ നിർമ്മിക്കുന്നത്. 22 ക്യാരറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ വില ഒരു റോൾ 9 കോടി. ഈ ടോയ്ലറ്റ് പേപ്പറിനെ നിങ്ങൾ ഈ കമ്പനിയുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്താൽ ഒരു ഷാമ്പയിൻ ബോട്ടിൽ ഫ്രീ. ഗോൾഡ് ടോയ്ലറ്റും ഗോൾഡ് പേപ്പർ ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ചിന്ത, പണത്തെ വെള്ളം പോലെ ചിലവാക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരിത് എന്ത് ഭാവിച്ചാണോ എന്തോ. എല്ലാ വ്യൂവേഴ്സും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകളെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.